ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ വളരെയധികം മനസ്സിലാക്കുകയാണ്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്, അവരും നിങ്ങളുമായിട്ടുള്ളത് ഒരു ദൃഢമായ ഒരു റിലേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻ ഒരുപാട് ഡീപ്പായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു നല്ലൊരു ബന്ധം തന്നെ ആയിരുന്നു എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. എല്ലാവരെയും പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കങ്ങനെ പിരിയാൻ വേണ്ടിയുള്ള ഒരു കാരണം ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പിരിയാൻ വേണ്ടിയല്ല സ്നേഹിച്ചതെന്നും നിങ്ങൾക്ക് പിരിയാൻ കഴിയില്ല എന്നുമുള്ളത് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ നിങ്ങളിവിടെ മാനസികമായി ഭയങ്കരമായ ബുദ്ധിമുട്ടിലാണെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പം നിങ്ങളിൽ ചിലർക്കെങ്കിലും മരണത്തെക്കുറിച്ച് വരെ ചിന്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എനിക്കിവിടെ അങ്ങനെ പറയാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ചിലരൊക്കെ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ കാണുന്നുണ്ട്. നിങ്ങളെല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നവരായിരുന്നു. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത്, നിങ്ങളുടെ റിലേഷൻ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ അത് വലിയൊരു വിഷയമായി ഇരിക്കുന്നു എന്നുള്ളതാണ്. വളരെ എന്തോ ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അവർക്ക് താല്പര്യമില്ലാത്തതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ തമ്മിൽ എന്ത് തരത്തിലുള്ള റിലേഷൻ ആയിരുന്നാലും എന്തായാലും വീട്ടുകാരുമായിട്ട് ഭയങ്കരമായ എതിർപ്പില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പെട്ടെന്ന് അവർക്ക് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല ആ വ്യക്തി ഉള്ളതെന്ന് പറയുന്നു. അത് നിങ്ങളെയും മാനസികമായിട്ട് ഒരുപാട് ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് നിങ്ങളുടെ ഫാമിലിയിലും അങ്ങനെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ടെന്ന്, ചിലരുടെയെങ്കിലും ഉണ്ടെന്ന് പറയുന്നു. ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് അവർ നിങ്ങളെ മറക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വെറുക്കുകയോ ചെയ്തൊരു സാഹചര്യത്തിലല്ല അവരിപ്പോൾ. അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവർ വെറുപ്പും അങ്ങനെയല്ല. പക്ഷേ ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിൽ ഇതൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലാണ്. ഇതെങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ളതാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ആ ഒരു മാനസിക ബുദ്ധിമുട്ടിലാണെന്നാണ് ഇന്നത്തെ യൂണിവേഴ്സ് സ്പ്രെഡുകൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഇപ്പോൾ അവരുടെ ലൈഫിലായാലും ഈ പ്രോബ്ലം ഇപ്പോൾ നിങ്ങൾ തരണം ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അതിനുവേണ്ടി അവർ വളരെയധികം ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിനെങ്ങനെയാണ് ഈ കാര്യങ്ങൾ ക്ലിയറാക്കി എടുക്കുക എന്നുള്ളത്. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലാണ്. അവർക്കും നിങ്ങൾക്കും ഇപ്പോഴും ശരിക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണെന്ന് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ കുറച്ചൊരു അകൽച്ച വന്നപ്പോഴാണ് നിങ്ങൾ തമ്മിൽ എത്രമാത്രം അടുത്തിരുന്നു എന്നുള്ളത് ആ ഒരു ഇത് മനസ്സിലാക്കിയത് ഇപ്പോഴെന്ന് പറയുന്നു. കാരണം ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടില്ല എന്ന്. ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുന്നതെന്നാണ്. ഇപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയത്തിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾ ഒരുപാട് പ്രണയിച്ചിരുന്നു എന്നും മനസ്സിലാക്കി തുടങ്ങിയത് നിങ്ങൾക്ക് കാണാനോ സംസാരിക്കാനോ ഉള്ള സാഹചര്യം ഇപ്പോൾ കിട്ടാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറയുന്നു.
അതവർ മനഃപൂർവ്വം സംഭവിച്ചതല്ല, ഇതൊരു സാഹചര്യത്തിൻ്റെ പുറത്ത് സംഭവിച്ചതാണെന്നാണ്. നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ വെല്ലുവിളി നിറഞ്ഞതാണെന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം ഇപ്പോൾ അസ്വസ്ഥത നിറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിലെ കുടുംബാംഗങ്ങൾക്ക് ആഗ്രഹമില്ല. അതുപോലെ സമൂഹത്തിലെ ആർക്കൊക്കെയോ നിങ്ങൾ തമ്മിൽ ജീവിക്കുന്നതിനോട് എതിർപ്പാണെന്ന് പറയുന്നു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് തന്നെ ചില സമയത്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ നിങ്ങൾക്ക് തർക്കങ്ങൾ വന്നിട്ടുണ്ടെന്നും പറയുന്നു. ബാഹ്യശക്തികളുടെ പ്രേരണയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നു. ബന്ധത്തെ സംരക്ഷിക്കാൻ നിങ്ങളുടെ പങ്കാളിയിൽ ചില സമയത്ത് ഭീഷണി വരെ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ എല്ലാ ബാഹ്യകാര്യങ്ങൾക്കെതിരെയും ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിക്കും ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ തെറ്റില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം സ്നേഹത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ ഒരു മനോഹരമായ അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ കെട്ടിപ്പടുത്തുയർത്താൻ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങളും പോരാട്ടങ്ങളും നിങ്ങൾ നടത്തുമെന്നും അത് നടത്തേണ്ടതുണ്ടെന്നും പറയുന്നുണ്ട്. കാരണം ഒരുപാട് പോരാട്ടം നടത്തിയാലേ, കാരണം നിങ്ങളുടെ ഫാമിലിയിലാണ് ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിലല്ല ശരിക്കും ഇഷ്യൂ. ഇപ്പോൾ ഫാമിലി ഇഷ്യൂ വന്നപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ലെവലിന് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാത്ത ഒരു സിറ്റുവേഷനിലെ കൂടെയാണ്. അവർ നല്ല എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ആ എതിർപ്പിനെ നിങ്ങൾ അവഗണിക്കാനും പറ്റില്ല. നിങ്ങൾക്ക് അതെന്തായാലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. എന്നാലും നിങ്ങളിത് പരിഹരിക്കാനും കഴിയുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ അകൽച്ചയും വേർപിരിയുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കടക്കണമെന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ കർമ്മ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ ബന്ധത്തിൽ കുറച്ച് അകൽച്ച വേണം, കുറച്ച് നിങ്ങൾ വേർപിരിയണം. എന്നാൽ മാത്രമേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചും നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം ഒരു പക്ഷേ. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ കൂടെ കടന്നു പോകേണ്ടതുള്ളത് കൊണ്ട് അങ്ങനൊരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടിയതാണെന്ന് നിങ്ങൾ ചിന്തിക്കുക എന്ന് പറയുന്നു ഇവിടെ. അപ്പം അത് നിങ്ങളങ്ങനെ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് നിങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചു നേടും എന്നുള്ളതാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികമായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ പറയുന്നുണ്ട്. വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. മാത്രമല്ല നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ശ്രമിക്കണമെന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ സംഘർഷങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാകാനുള്ള സാധ്യത തെറ്റായ ആശയവിനിമയം നിങ്ങൾ നടത്തുന്നതോടുകൂടിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നടത്തുന്ന ആശയവിനിമയം വളരെ ക്ലിയർ ആയിരിക്കണം. അതായത് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം, നിങ്ങൾക്ക് എന്ത് ഫലമാണോ വേണ്ട അതിൻ്റെ ഫലം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം, ആ പ്രശ്നത്തിൻ്റെ പരിഹാരം മാത്രം നിങ്ങൾ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. പലതും പ്രശ്നങ്ങൾ വലുതാകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായ നമുക്ക് എന്ത് പ്രശ്നമാണ് അത് പരിഹരിക്കപ്പെടാതെയാണ് പലപ്പോഴും പോകുന്നതെന്ന് പറയുന്നു. അപ്പം നിങ്ങൾ അവിടെ വേണ്ടതെന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടിയുള്ള ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ് അറിയാനുള്ളത് അത് ബുദ്ധിപൂർവ്വം ആലോചിച്ച് നിങ്ങൾ ആശയവിനിമയം നടത്താനാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ പറയേണ്ടത് മാത്രം പറയാനാണ് പറയുന്നത്. നിങ്ങൾക്കൊരുപാട് പശ്ചാത്താപം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അവർക്ക് ഈ ലൈഫിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതിൽ നിസ്സംഗതനായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. വളരെയധികം ഫീലിങ്സിലാണ് ഇങ്ങനൊരവസ്ഥ വന്നതിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നു.
അപ്പോൾ അത് തന്നെ അവർ സ്വയം വരുത്തി വെച്ചതുപോലെയുള്ള ഫീലിങ്സ് അവർക്ക് സ്വയമായിട്ട് തോന്നുന്നത്. അത് അവർ സ്വന്തമായി അതിനെയൊക്കെ ആഗിരണം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അവർ വിഷാദത്തിലാണെന്ന് പറയുന്നുണ്ട്. വിരസതയും നിരാശയും ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിലനിന്ന ഒരഭിനിവേശവും പ്രചോദനവും എല്ലാം നഷ്ടപ്പെട്ട ഒരാളിനെ പോലെ ഇരിക്കുന്നു ആ വ്യക്തിയെന്ന് പറയുന്നു. ഇപ്പോൾ വന്ന പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നിന്നും ഖേദിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പരിഹരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമെല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു കരിയറായാലും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായാലും നല്ല രീതിയിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് ലൈഫ് മനോഹരവും സുഖകരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് സ്നേഹം നൽകാനും സ്വീകരിക്കാനും വളരെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കതുപോലെ തന്നെ അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെയധികം സുരക്ഷിതമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു സുരക്ഷിതമായ ലൈഫ് നിങ്ങൾക്ക് വന്ന് ചേരുമെന്ന് പറയുന്നുണ്ട്. സാമ്പത്തികപരമായും തൊഴിൽപരമായുമുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽക്കണം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലൈഫിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ അതിലേക്ക് തയ്യാറായത് എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവർ ശരിക്കും നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ മനസ്സിലായി എന്നുള്ളതും ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ യൂണിവേഴ്സ് വീണ്ടും നിങ്ങൾക്ക് തന്നതുപോലെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓവർകം ചെയ്യുക തന്നെ വേണമെന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്. എന്തായാലും നിങ്ങൾക്ക് ഫാമിലി ഇല്ലാതെ നിങ്ങളുടെ ഫാമിലി അംഗങ്ങളില്ലാതെ നിങ്ങൾക്ക് ഒരുമിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്നായാലും ഇത് സംഭവിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് റിലേഷനായാലും ഇത് സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത് എന്നാണ് പറയുന്നത്. അതിൽ നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അവരെയും മനസ്സിലാക്കാൻ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെയും മനസ്സിലാക്കാൻ പറ്റി എന്ന് പറയുന്നു. ഇനിയുള്ള നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഒരുമിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിതെല്ലാം അനുഭവിക്കേണ്ട ഒരു യോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളത് അനുഭവിച്ചത്. അല്ലാതെ ആരുടെയും കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ ഒരു തെറ്റുകൊണ്ടോ ഒന്നും സംഭവിച്ചതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ കടന്നു പോകും. അതായത് നിങ്ങൾ വളരെയധികം അതിനുവേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളെല്ലാം കടന്നു പോകാം. അല്ലാതെ നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ ലൈഫ് മാറ്റി വയ്ക്കണമെന്ന് പറയുന്നില്ല ഇവിടെ. അവരത് അംഗീകരിക്കുമെന്ന് ആണ് പറയുന്നത്. എന്തായാലും അതെല്ലാം ശുഭകരമായി നടക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ ഞാനും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് തന്നെ കിട്ടുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.